ഒരു പെറ്റി കേസ് പോലുമില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാണ് തൻ്റെ കക്ഷി എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. ഒപ്പം 1.5 സെന്റ് സ്ഥലത്താണ് മണികണ്ഠൻ താമസിക്കുന്നത്. ഇതെല്ലാം വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും റിമാൻഡിൽ കഴിഞ്ഞ കാലാവധി അത് ശിക്ഷയിൽ നിന്നും കുറയ്ക്കണമെന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളതിൽ. മണികണ്ഠൻ 2 ആഴ്ചയ്ക്ക് മുൻപാണ് മണികണ്ഠൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടയച്ചപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ മണികണ്ഠനെതിരെ നേരത്തെ പെറ്റി കേസുകളൊന്നും ഇല്ല എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നത്. ഇത്തരത്തിൽ റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കണമെന്നും മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. ഇനി 2 പേരുടെ വാദമുഖങ്ങൾ കൂടിയാണ് കോടതിയിൽ പറയാനുള്ളത്. 5-ാം പ്രതിയായ സലീമും 6-ാം പ്രതിയായ പ്രദീപ്. 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നീ 2 ആളുകളുടെ അഭിഭാഷകർ, 2 പ്രതികളുടെ കൂടി അഭിഭാഷകരാണ് കോടതിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ പറയാനുള്ളത്. ഏതായാലും ഇതിൽ 1-ാം പ്രതിയുടെയും 3-ാം പ്രതിയുടെയും അഭിഭാഷകരാണ് കൃത്യമായി കോടതിയിൽ വലിയ തോതിലുള്ളൊരു വാദപ്രതിവാദത്തിലേക്ക് ഒക്കെ പോയത്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന, ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാനായില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റ് പ്രതികൾക്ക് ഇതൊക്കെ എങ്ങനെ ബാധകമാകുമെന്നാണ് കോടതിയോട് മണികണ്ഠൻ്റെ വക്കീൽ ചോദിക്കുന്നത്. അതേസമയം തൻ്റെ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് കോടതിയിൽ പറയാൻ, അല്ലെങ്കിൽ തൻ്റെ പ്രതി ക്രൂര ബലാത്സംഗം നടത്തിയിട്ടില്ല, ക്രൂര ബലാത്സംഗം നടത്തിയാൽ മാത്രമാണ് പരമാവധി ശിക്ഷ നൽകാവൂ, ക്രൂര ബലാത്സംഗം നടത്തിയിട്ടില്ല എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകരുതെന്ന് പറയുന്നു. പ്രോസിക്യൂഷന് ഒരൊറ്റ വാദം മാത്രമാണുള്ളത്. അതായത് ഈ കേസിൽ എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകുക, എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകുക, ജീവപര്യന്തം ശിക്ഷ നൽകുക എന്നൊരു ആവശ്യം മാത്രമാണ് പ്രോസിക്യൂഷനുള്ളത്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ തുടക്കം മുതൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തത്. കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്നൊരു വിമർശനം കോടതി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കോടതിക്കെതിരെ നേരത്തെ തന്നെ നിരവധി വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോടതിക്കെതിരെ പരസ്യമായി തന്നെ പലരും നിലപാടെടുക്കുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം ഈ ദിലീപിനെ വെറുതെ വിട്ടതിനു ശേഷം ഒരു അഭിഭാഷക കോടതിക്ക് പുറത്തു വന്ന് വലിയ തോതിൽ കോടതിക്കെതിരെ പറയുന്നത് കേട്ടു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോടതിക്കെതിരെ അല്ലെങ്കിൽ ജഡ്ജിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോടതി ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിക്കുന്നത്, കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്നൊരു കാര്യമാണ് കോടതി ഇപ്പോൾ വിമർശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാദപ്രതിവാദങ്ങളിലേക്ക് ഇനി വളരെ കുറഞ്ഞ 2 ആളുകളുടെ കമന്റ് പറയണമെന്ന് നിർബന്ധമുള്ള എല്ലാവരും വിധി വായിക്കണമെന്നും, അതായത് എന്തുകൊണ്ടാണ് ഈ ദിലീപിനെ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കിയത്, അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടതിലാണ് കോടതിക്കെതിരെ ഏറ്റവും അധികം ആളുകൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കമന്റ് പറയുന്നവരെല്ലാം തന്റെ വിധിന്യായം വായിച്ചു നോക്കണമെന്നാണ് കോടതി പറയുന്നത്. കമന്റ് പറയണമെന്ന് നിർബന്ധമുള്ള എല്ലാവരും വിധി വായിക്കണം. എന്തുകൊണ്ടാണ് താൻ ദിലീപിനെ വെറുതെ വിട്ടത്, ആ ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടതും. ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ നിന്നും പുറത്താകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്നത്. അപ്പോൾ ഈ കേസിൽ കമന്റ് പറയണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്റെ വിധിന്യായം വായിക്കണമെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് കോടതിക്ക് അംഗീകരിക്കാതെ പോയത്, കോടതി ഏതൊക്കെ സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിടാൻ കാരണമായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിധിന്യായത്തിൽ ഉണ്ടാവുമെന്നൊരു സൂചനയാണ് കോടതി നൽകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, അതിലൊക്കെ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിമർശനം കോടതി ഉന്നയിക്കുകയാണ്. കേസ് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത്തരം വിവാദങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തും പലരും ഉന്നയിച്ചു വന്നു. കോടതിക്കെതിരെ ഈ കേസിന്റെ തുടക്കം മുതൽ അഭിഭാഷക ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു വനിതാ ജഡ്ജിയെ കേസിലേക്ക് നിയമിക്കുന്നത്. അതിനുശേഷം ഈ വനിതാ ജഡ്ജിക്കെതിരെ തന്നെ ഈ അഭിഭാഷക ഹൈക്കോടതിയിലും മറ്റും പരാതി നൽകേണ്ട അല്ലെങ്കിൽ ഹർജി നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ കോടതിക്കകത്തും പുറത്തും വലിയ തോതിൽ ജഡ്ജിക്കെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ വിധിന്യായം വായിക്കണമെന്നാണ് കോടതി പറയുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം വിധിന്യായത്തിൽ ഉണ്ടാവുമെന്നും എല്ലാവർക്കും അറിയേണ്ടത് ദിലീപ് എങ്ങനെ ഈ കേസിൽ പ്രതിയായില്ല, അല്ലെങ്കിൽ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി, ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ നിൽക്കാതെ പോയെന്നുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് 4 പ്രതികളെ വെറുതെ വിട്ടത്, ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയത്, 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു, മറ്റു പ്രതികളുടെ A7 മുതൽ A10 വരെയുള്ള 4 പ്രതികളുടെ ഗൂഢാലോചന എങ്ങനെയാണ് തെളിയിക്കപ്പെടാതെ പോയത് നടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ കൃത്യമായി താൻ പറഞ്ഞിട്ടുണ്ടാകുമെന്നും കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നവർ അതിനു മുമ്പ് തന്റെ വിധിന്യായം വായിച്ചു നോക്കണമെന്നാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കോടതിയുടെ വിധിന്യായത്തിൽ ഉണ്ടാവുമെന്നും കൂടി ഒരു കാര്യം കൂടി, വളരെ തനിക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, ആരോപണങ്ങൾ, അത് കൃത്യമായി തന്നെ അതിനൊരു മറുപടി കൂടി ജഡ്ജി ഹണി എം വർഗീസ് കോടതിക്കകത്ത് നടത്തുന്നുണ്ട്. അജിംസ്.